ഇന്ത്യൻ ഐഡൽ എന്നുള്ളൊരു ഷോ കാരണം ലോകം മുഴുവൻ ആരാധകരെ ഉണ്ടാക്കി. എന്താ ഇപ്പൊ തോന്നണേ ലൈഫിൽ അങ്ങനെ ഒരു ചേഞ്ച് വന്നപ്പോ? സന്തോഷം. ഒന്നുമില്ല. ഇതെല്ലാം ദിസ് ടു ഷാൽ പാസ്. ഇതിനെ ഭയങ്കരമായിട്ട് എംപ്രേസ് ചെയ്യാണ്. ഈ ഒരു ജേർണിന്ന് എത്രത്തോളം പഠിക്കാൻ പറ്റുന്ന അത്രയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു, പ്ലാൻ ചെയ്യണു, അങ്ങനെ അങ്ങ് പോണു. ഭയങ്കരമായിട്ട് നമ്മൾ ആ ഒരു ഹൈയിൽ നിൽക്കാറില്ല. അതായത് ലോ ഫേസും ഹൈ ഫേസും ദിസ് ടു ഷാൽ പാസ് എന്ന് പറഞ്ഞെടുക്കുന്ന ആളാണോ ജനറലി? സന്തോഷമുള്ളപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും, കരച്ചു വരുമ്പോൾ കരയും. പക്ഷെ ഒരുപാട് സമയം അതിന് കൊടുക്കാറില്ല. അങ്ങനെയല്ല, എല്ലാ ഇമോഷൻസിനെയും എംബ്രേസ് ചെയ്യും. പക്ഷെ എന്ന് കരുതി എല്ലാം തലയിലെടുത്ത് വെക്കാറില്ല. ലൈഫിന്റെ ഒരു പാർട്ടാണ്. നമ്മളിപ്പോ ചെക്ക് ചെയ്യുമ്പോ തന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് ഹൈറാമ പാടാൻ പോകുമെന്നുള്ള സൗണ്ട് ചെക്ക് ആയിരുന്നു. അത് ഇതുവരെ ആരും അങ്ങനെ സൗണ്ട് ചെക്ക് ചെയ്ത് കേട്ടിട്ടില്ല. അതൊരു പാട്ടിലൂടെ ചെക്കറിന് അബി എന്ന് ചോദിച്ചു കഴിഞ്ഞ് പിന്നെ ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഇപ്പൊ അതുപോലെ ചെയ്തു തരുമോ? അത് തന്നെ ചെയ്യണോ? വേണമെന്നില്ല. അതിപ്പോ check 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 check. ഇതിലൂടെ തന്നെ ഫുൾ ക്രൂവിനെയും ജഡ്ജസിനെയും കയ്യിലെടുത്തല്ലേ? ആരും അങ്ങനെ ഒരു ചെക്ക് പ്രതീക്ഷിക്കാതെ. പക്ഷെ അറിഞ്ഞൂടാ, ഇത് അത്രയ്ക്ക് യുണീക്കാന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഞാൻ എന്റെ ലൈവിലൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു ചെയ്തത്. ആണോ? എവിടുന്ന് ഈ ഒരു ഐഡിയ വന്ന് അങ്ങനെ ചുമ്മാ പെട്ടെന്ന് ഒരു ദിവസം തോന്നിയാണോ? അല്ല, നമ്മള് ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ എന്തെങ്കിലും ചെക്ക് ചെയ്താൽ മതിയല്ലോ. പാട്ടായിട്ട്, അതായത് നമുക്ക് അവിടെ മുന്നിൽ പാടി നോക്കാനോ ഒന്നുമുള്ളൊരു ടൈം അവിടെ കിട്ടുന്നില്ലല്ലോ. അപ്പൊ അതായത് നമ്മളവിടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ അടുത്തത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാട്ട് തുടങ്ങണമല്ലോ. അപ്പൊ നമ്മൾ ജസ്റ്റ് മാക്സിമം എന്താണോ കേൾക്കണത് ഓക്കെയാണോ നോക്കാൻ വേണ്ടിയിട്ട് പാടി അങ്ങ് നോക്കി, അത്രേ ഉള്ളൂ. ഐഡലിലെ ജഡ്ജസ് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് മലയാളികളുടെ ഒക്കെ ഫേവറേറ്റ് ശ്രേയ ഘോഷാൽ, പിന്നെ ഹിമേഷ് വരുന്നുണ്ട്, വിശാൽ, മാറി മാറി പലരും വരാറുണ്ട്. ഇൻ ബിറ്റ്വീൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഈ വർഷം ബാദ്ഷാ സാറും വിശാൽ സാറും ശ്രേയ മാമും. ശ്രേയ അവര് പല, പിന്നെ ഇൻ ബിറ്റ്വീൻ എനിക്ക് തോന്നുന്നു കഹന ഹെക്കിയ പാടുമ്പോഴൊക്കെ ജഡ്ജസ് മാറിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാനലിന്റെ കൂടെ നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താ ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതി ഗ്രോ ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ള ടിപ്സ് ഒക്കെ? മെയിൻലി നമുക്ക് അവിടെ നിന്ന് അവരുടെ ആ ഒരു ചില്ല ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമുക്കും ഒരു കോൺഫിഡൻസ് വരികയാണ് അതിൽ നിന്ന് തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ 6 മാസമാണെങ്കിലും അല്ലെങ്കിൽ ഒരാഴ്ച ആ പാട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിലും സ്റ്റേജിൽ കയറി നിൽക്കുമ്പോഴാണെങ്കിലും നമ്മളറിയാതെ തന്നെ പാട്ടിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ പേഴ്സണാലിറ്റിയിൽ ഇമ്പ്രൂവ്മെന്റ്സ് നമുക്ക് തന്നെ വരും. കാരണം നമ്മൾ ആ സ്റ്റേജിൽ അവിടെ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മളായിട്ട് ആ ഒരു എഫേർട്ട് നമ്മളായിട്ട് എടുക്കണം. ഇപ്പോൾ സെഷൻ്റെ ഇടയ്ക്കാണെങ്കിലും ശ്രേയ മാമൊക്കെ പാടുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ ജഡ്ജസ് അവിടെ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ ഓക്കെ അവരെങ്ങനെയാണ് സ്റ്റേജ് ഹാൻഡിൽ ചെയ്യണത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ആ മൊമെൻറ്റിൽ ആ പാട്ടിനെ പ്രസൻറ്റ് ചെയ്യണത്. ഇപ്പോൾ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവരുടെ അടുത്തു നിന്നുള്ള കുറേ ഫീഡ്ബാക്സ് ആയാലും ഇപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ നമ്മൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. ശ്രേയ ഘോഷാൽ ഒബ്വിയസ്ലി മലയാളിക്ക് ഒരു മലയാളി സിംഗറിനെ പോലെ നമ്മൾ ഏറ്റെടുത്ത ഒരാളാണ്. ആ ശബ്ദം കേട്ടാൽ തന്നെ അങ്ങനെയാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു മലയാളി കുട്ടിയാണ്, കേരളത്തിൽ നിന്നാണ് എന്ന് അറിഞ്ഞപ്പോൾ എന്താ സംസാരിച്ചത്? അതായത് ഓഫ് ക്യാമറ ടോക്ക് എന്തായിരുന്നു? ഓഫ് ക്യാമറ ഓഡീഷൻ്റെ അന്ന് ഓഫ് ക്യാമറ ടോക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഒരുപാട് ഓഫ് ക്യാമറ ടോക്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ മലയാളി അങ്ങനെ ഒരു വേർതിരിവ് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് ചെന്ന സമയത്ത് ഭയങ്കര ഫംബിൾ ചെയ്യുമായിരുന്നു ഞാൻ. അപ്പോൾ ഈ സമയത്ത് ഇടയ്ക്ക് വായിന്ന് മലയാളം വരുമായിരുന്നു, ഇടയ്ക്ക് ഹിന്ദി വരും, ഇംഗ്ലീഷ് വരും, മലയാളമൊക്കെ വരും. അപ്പം അങ്ങനെ ചില വാക്കുകളൊക്കെ മാമും അങ്ങനെ എടുത്തിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഈവൻ ഐ മീൻ ചില വാക്കുകളൊക്കെ ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ എന്നുള്ള രീതിയിൽ ആ വാക്കുകൾ എടുക്കാറുണ്ട്. പിള്ളേരായാലും എൻ്റെ കണ്ടസ്റ്റൻസ് ആയാലും ചില വാക്കുകളൊക്കെ ഇപ്പം ഞാൻ ചില മലയാളം വാക്കുകളൊക്കെ അവർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് ഏറ്റവും കൂടുതൽ ആളെ പഠിപ്പിച്ച വാക്കേതാ? മിണ്ടാതിരി. മിണ്ടാതിരി എന്നുള്ള വാക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അത് എന്താ സിറ്റുവേഷൻ? ആ കൂട്ടത്തില് ഒരാള് ഭയങ്കര ബഹളമുള്ള ഒരാളാണ്, പേര് പറയണില്ല. സോ ആ ബഹളമുള്ള ആളെ നമ്മൾ മിണ്ടാതിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന സംഭവമാണ് മിണ്ടാതിരി. നമ്മൾ ചുപ് രഹോ എന്ന് പറയുമല്ലോ, ചുപ് ഹോ ജാവോ. അപ്പൊ ഞാനതിനെ ചുബ്ജ എന്ന് പറയുന്നത്. ശരിക്കും ചുബ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രാമാറ്റിക്കലി അവരുടെ തെറ്റാ, പക്ഷെ അവരത് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇത് അമൃതയുടെ രീതിയിൽ
മിണ്ടാതിരിയാണ്. പ്രത്യേകിച്ചും നമുക്ക് പാട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്രയും ടെൻഷനിലായിരിക്കും ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ പോവുക. കംഫർട്ട് വളരെ പ്രധാനമാണ്. അപ്പോഴാണ് ഒരു ഹിന്ദി റിയാലിറ്റി ഷോ, ഹിന്ദിയാണ് എല്ലാവരും ചുറ്റും സംസാരിക്കുന്നത്, നമ്മൾ മലയാളം പറഞ്ഞ് അല്ലെങ്കിൽ ഇവിടുന്ന് വരുന്ന ഒരാളാണ്. ആ ഒരു ടെൻഷനെ എങ്ങനെയാ ബാലൻസ് ചെയ്തത്? അതുപോലെ ഹിന്ദി പറഞ്ഞാൽ തെറ്റുമോ എന്നുള്ള ഒരു ടെൻഷൻ വേണം, ഇപ്പുറത്ത് പാട്ട് പഠിക്കണം. ആ ഓഡീഷന്റെ മുന്നത്തെ ഒരാഴ്ചയിൽ എടുത്തൊരു പ്രിപ്പറേഷൻ ഉണ്ട്, ഒരു ബാത്റൂമിൽ കയറി നിന്നിട്ട് എടുത്തൊരു പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ പറഞ്ഞുറപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അത് ഞാൻ എൻ്റെ തിയേറ്റർ റൗണ്ടിൽ പറയുകയും ചെയ്തു. അതായത് ഇംപ്രസ് ചെയ്യണ്ട, എക്സ്പ്രസ് ചെയ്താൽ മതി എന്നുള്ള സംഭവം, കണക്ട് ചെയ്താൽ മതി, കോമ്പീറ്റ് ചെയ്യണ്ട, എൻജോയ് ചെയ്യുക, എൻ്റർടൈൻ ചെയ്യുക. അപ്പം അങ്ങനെ ആ ഒരു രീതിയിലാണ് എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റണം അത്രയും പഠിക്കുക. പെർഫെക്ഷൻ കാണിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഞാൻ ആക്ച്വലി അവിടെ പോകുമ്പോൾ എന്താ പറയുക, ഫീൽ അലൈവ് എന്നുള്ളൊരു സംഭവമാണ്. നമുക്ക് മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ അവിടെ എൻ്റെ ആർട്ട് ഓഫ് ലിവിങ് എന്നുള്ള സംഭവം ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന ഒരു അവസരം. അപ്പൊ അങ്ങനെ എല്ലാത്തിനെയും ആ ഒരു രീതിയിൽ നോക്കി കണ്ട് അങ്ങനെ അങ്ങ് പോവായിരുന്നു. പാട്ട് എൻ്റെ പാട്ടാണ് അവിടെ സംസാരിക്കേണ്ടത്, ഞാൻ സംസാരിക്കുന്നത് തെറ്റുണ്ടെങ്കിലും പ്രശ്നമില്ല. അങ്ങനെ തെറ്റിയാലും നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ, അറിയില്ല, അപ്പൊ എന്താ ചെയ്യാ. ഈ ഒരു ഇങ്ങനെയുള്ള ഒരു ഡ്രസ്സും അതിന്റെ പോക്കറ്റിൽ കൈയിട്ട് ഗ്രീൻ ക്രോക്സ് എന്ന് പറഞ്ഞാൽ ട്രെൻഡായി മാറി. പിന്നെ അത് പ്രതീക്ഷിച്ചോ? നമ്മള് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കംഫർട്ടബിൾ ആയിട്ട് അവിടെ കയറി നിൽക്കുക, പോവുക എന്നുള്ള രീതിയിലായിരുന്നു. പോയി നടത്തം തന്നെ പിന്നെ അങ്ങോട്ട് ട്രെൻഡിങ് ആയില്ലേ. ഇനിയിപ്പോൾ ആരും അങ്ങനെ യൂസ് ചെയ്താലും അമൃതയുടെ ഒരു പേരിൽ വരും. എനിക്കൊന്ന് പോക്കറ്റിലൊക്കെ കയറ്റി ഗ്രീൻ ക്രോക്സ് ഒക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ അത് അമൃതയുടെ ലേബലായി മാറിയിട്ടുണ്ട്. അവിടുന്ന് ജഡ്ജസ് ഒക്കെ സംസാരിക്കാറുണ്ടായിരുന്നു അത്? ആദ്യത്തെ 2-3 എപ്പിസോഡിലും ഞാൻ എൻ്റെ ഗ്രീൻ ക്രോക്സ് തന്നെ ഇട്ടത്. അപ്പൊ ശ്രേയ മാം പറയുമായിരുന്നു ഇത് അമൃതയുടെ എന്താ പറയാ ലക്കി ക്രോക്സ് ആയി എന്നൊക്കെ പറയുമായിരുന്നു. ഇന്നും ഉണ്ടായിരുന്നു? ഇന്നും ഇപ്പൊ ഗ്രീൻ ക്രോക്സ് ആയിരുന്നോ? ഇന്ന് ഗ്രീൻ അല്ല, വേറെ ക്രോക്സ് വാങ്ങിച്ചു. എലിമിനേഷന്റെ സമയത്ത് സ്വാഭാവികമായിട്ടും പല റിയാലിറ്റി ഷോസിലും നമ്മൾ എലിമിനേഷൻ ഒക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആ സ്റ്റേജിൽ എന്തായിരിക്കും നിങ്ങൾ ഫീൽ ചെയ്യുന്നതെന്നൊന്നും അറിയില്ല, ടി വിയിൽ കൂടെ കാണുന്നതല്ലേ ഉള്ളൂ. ശരിക്കൊരു എലിമിനേഷൻ റൗണ്ടിൽ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക? എങ്ങനെയാ അത് കടന്നു പോവുക? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ ചെന്നിട്ട് എലിമിനേറ്റ് ആവുമെന്നോ വിന്ന് ചെയ്യുമെന്നോ അതിനേക്കാൾ ഉപരി കിട്ടുന്ന പാട്ട് നന്നായിട്ട് പ്രസന്റ് ചെയ്യുക, ഹാപ്പി ആയിട്ട് മാക്സിമം എൻജോയ് എന്നുള്ള സംഭവമാണല്ലോ. അപ്പൊ അതുകൊണ്ട് എലിമിനേഷൻ എന്നുള്ള സംഭവം ഒന്നും അങ്ങനെ ആലോചിച്ചിട്ടില്ല, അന്ന് എലിമിനേറ്റ് ആവുമെന്നും ആലോചിച്ചിട്ടില്ല. സോ ഒരുപാട് സങ്കടമായിട്ടാണോ ഇറങ്ങി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ദിസ് ടു ഷാൽ പാസ് അങ്ങനെ ഇറങ്ങി? സങ്കടമായിട്ടല്ല ഇറങ്ങി. കാരണം ഒരുപാട് നമുക്ക് ആ വേദി നൽകിയല്ലോ, കിട്ടിയ സാധനങ്ങൾ എടുത്തു, അത്രേ ഉള്ളൂ. അമൃത ഇറങ്ങിക്കഴിഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ വന്നു. എനിക്ക് തോന്നുന്നു റീലുകളായിട്ടൊക്കെ വന്നത് സൗത്ത് ഇന്ത്യൻസിനോട് അവർ കാണിക്കുന്ന അവഗണനയാണ്, സൗത്ത് ഇന്ത്യൻസിനെ മാറ്റി നിർത്തുകയാണ്. അങ്ങനെ ഞാൻ ഒരുപാട് ഇപ്പോൾ റീസെൻ്റ്ലി കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ അമൃതയ്ക്ക് അതിൽ പറയാനുള്ളത്? നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണല്ലോ, ഇല്ല ഇറ്റ്സ് ഓക്കെ. എനിക്ക് അതിനെപ്പറ്റി ക്ലാരിറ്റി ഇല്ലല്ലോ, അപ്പോൾ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പാട്ട് പാടുന്നു, എൻജോയ് ചെയ്യുന്നു, അവിടെയുള്ള മാക്സിമം ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുന്നു, ഹാപ്പി ആയിട്ട് പോരുന്നു. അവരുടെയൊക്കെ ബ്ലെസ്സിങ്സ് കിട്ടിയിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. സോ ഹാപ്പിയാണ്. എല്ലാ സീനിയർ സിംഗേഴ്സ് അടക്കമുള്ളവർ സ്റ്റേജിൽ കയറുമ്പോൾ അത്രയും കോൺഫിഡൻസോടെ കയറിയാലും ഒരു ടെൻഷൻ വരും എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. ഏറ്റവും ടെൻഷനോടെ സ്റ്റേജിൽ പാടിയതാ? സോച്ചാഹേ എന്ന് പറഞ്ഞൊരു പാട്ട്. എല്ലാ പാട്ടിന് മുന്നേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചാലഞ്ചസ് ഉണ്ടാവും. അതിൽ സോച്ചാഹേ വരെയായിരുന്നു എനിക്ക് ആ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോച്ചാഹയിൽ നമുക്ക് അതിന് മുന്നത്തെ ദിവസങ്ങളിൽ കുറച്ച് ആഡ് ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നമുക്ക് പാട്ട് പെട്ടെന്നാണ് കിട്ടിയത്. എൻ്റെ പാട്ട് എന്നെ മുന്നേ പെട്ടെന്ന് ചേഞ്ച് ചെയ്തു, ഞാൻ ഉദ്ദേശിച്ച പാട്ട്. ഐ മീൻ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എൻ്റെ കാര്യത്തിൽ. സോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പാടുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ വരി ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. ബട്ട് കയറി നിന്നപ്പോൾ ലെറ്റ് ഗോ എന്നുള്ളൊരു സംഭവം ഇട്ടിട്ട് പാടി. മാത്രമല്ല ഹിന്ദി ആകുമ്പോൾ നമ്മൾ ഓരോ വരിയുടെയും പ്രൊനൗൺസിയേഷനൊക്കെ കറക്റ്റ് വരികയും കൂടെ വേണമല്ലോ അല്ലേ? ആ പാട്ട് ഇപ്പോൾ കേട്ടാലോ? സോച്ചാഹയോ? അല്ലെങ്കിൽ റിയാലിറ്റി ഷോയിൽ ഇഷ്ടമുള്ള വേറെ ഒന്നും വായിക്കട്ടെ. क्यों ऐसे हमें सताने लगे, तुम इतनी प्यारी हो सामने हम काबू